നമസ്കാരം. സ്പിരിച്വൽ ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ നിങ്ങളിൽ പല ആളുകളുടെയും ഇപ്പോഴത്തെ ഒരു സാഹചര്യമായിട്ട് കാണുന്നത്, ജീവിതത്തിൽ നിങ്ങൾക്ക് വന്ന് ചേർന്നിരിക്കുന്ന പല വിധത്തിലുള്ള പ്രതിസന്ധികളും തടസ്സങ്ങളും മൂലം ശാരീരികമായിട്ടായാലും മാനസികമായിട്ടായാലും വളരെയധികം തളർന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ജീവിതത്തിൽ നിങ്ങൾ പല വിധത്തിലുള്ള പരീക്ഷണങ്ങളും നേരിട്ടതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ ആരെയും കണ്ണടച്ച് വിശ്വസിക്കാറില്ല. അതേപോലെ തന്നെ ഇനിയും എന്തെങ്കിലും തിരിച്ചടി നിങ്ങൾക്ക് സംഭവിക്കുമോ എന്നുള്ള ഒരു ഭയവും നിങ്ങളിൽ നിലനിൽക്കുന്നുണ്ടെന്നുള്ളതാണ് കാണുന്നത്. ഇവിടെ നിങ്ങളെന്ന വ്യക്തി എന്തിനൊക്കെയോ വേണ്ടി വളരെയധികം പോരാടി നിൽക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത്. ഒരുപക്ഷെ സാമ്പത്തിക പ്രതിസന്ധിയോ അല്ലെങ്കിൽ ഒരു ബന്ധത്തിലോ വളരെ കാലമായിട്ട് പോരാടി നിൽക്കുന്ന വ്യക്തികളായിരിക്കാം നിങ്ങളിൽ പലരും. അതിനാൽ തന്നെ ഇപ്പോൾ നിങ്ങളിൽ വളരെയധികം തളർച്ചയും ഒരു മടുപ്പുമൊക്കെ അനുഭവപ്പെടുന്നുണ്ടാവാം. പക്ഷെ എന്നാലും അവിടെ തോറ്റു പോവാതെ ലക്ഷ്യത്തിലെത്തണമെന്നുള്ള ആഗ്രഹവും വാശിയും നിങ്ങളിൽ ശക്തമായിട്ട് ഉണ്ടെന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ ഇവിടെ പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ ലക്ഷ്യത്തിൻ്റെ തൊട്ട് അടുത്ത് തന്നെ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ്. അതിനാൽ തന്നെ ഈ ഒരു സമയം നിങ്ങൾ പിന്നോട്ട് പോവരുത്. നിങ്ങളുടെ കഴിവും ധൈര്യവുമൊക്കെ പൂർണ്ണമായും പുറത്തെടുക്കേണ്ട ഒരു സമയമാണ് ഇപ്പോൾ ഉള്ളതെന്നാണ്. ഇവിടെ മുൻപ് നിങ്ങൾക്ക് ജീവിതത്തിൽ വന്ന് ചേർന്ന പല തിരിച്ചടികളും പരീക്ഷണങ്ങളും നിങ്ങളെ ശക്തനാക്കിയിട്ടുണ്ട്. അതിനാൽ തന്നെ നിങ്ങൾ നിങ്ങളുടെ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുക. ഇവിടെ വിജയം നിങ്ങൾക്ക് തൊട്ടടുത്ത് തന്നെ ഉണ്ടെന്നുള്ളതാണ് പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത്. കൂടാതെ ഇവിടെ നിങ്ങളിൽ പല ആളുകളും ഇപ്പോൾ ഏതൊരു പ്രതികൂല സാഹചര്യം നിങ്ങൾക്ക് മുന്നിൽ വന്നാലും അവിടെ ആത്മനിയന്ത്രണവും മാനസിക ശക്തിയുമാണ് ഉണ്ടാവേണ്ടത് എന്ന് പഠിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് മോശം സാഹചര്യങ്ങളിലോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പ്രകോപനങ്ങളിലോ പെട്ടെന്ന് ദേഷ്യപ്പെടുകയോ അല്ലെങ്കിൽ ബഹളം വെക്കുകയോ അല്ല വേണ്ടത്. മറിച്ച് അവിടെ കാര്യങ്ങളെ ശാന്തമായിട്ട് പക്വതയോടെ നേരിടുകയാണ് വേണ്ടതെന്ന് പലരും ഇപ്പോൾ തിരിച്ചറിയുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ ജോലി സ്ഥലത്തോ അല്ലെങ്കിൽ സുഹൃത്തുക്കൾക്കിടയിലോ ഒക്കെ ആരെങ്കിലും നിങ്ങളെ വ്യക്തിപരമായിട്ട് ആക്ഷേപിക്കുകയോ നിങ്ങളെ പ്രകോപിപ്പിക്കാനായിട്ട് ശ്രമിക്കുകയോ ഒക്കെ ചെയ്താൽ അവിടെ അവരോടും അതേപോലെ തന്നെ തിരിച്ച് വഴക്കിടുകയല്ല വേണ്ടത്. മറിച്ച് അവിടെ ആ ഒരു സാഹചര്യത്തെ സൗമ്യമായിട്ട് കൈകാര്യം ചെയ്യുകയാണ് വേണ്ടതെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ഇവിടെ നിങ്ങളെ വേദനിപ്പിച്ചവരോട് ക്ഷമിക്കാനുള്ള ഒരു മനസ്സ് നിങ്ങളിലിപ്പോൾ ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത്, ഏതൊരു പ്രതിസന്ധിയെയും മറികടക്കാനുള്ള ഒരു ശക്തിയും കരുത്തും നിങ്ങളുടെ ഉള്ളിലുണ്ട്. ഇവിടെ സാഹചര്യങ്ങൾ എത്ര വഷളായാലും അവിടെ ശാന്തതയും ക്ഷമയും കൈവിടാതിരിക്കുക. സൗമ്യമായിട്ടുള്ള സമീപനത്തിലൂടെ ഏതൊരു വലിയ പ്രശ്നത്തെയും നിങ്ങൾക്ക് പരിഹരിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഇവിടെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വെളിച്ചവും സന്തോഷവുമൊക്കെ കടന്നു വരുന്ന വളരെ നല്ല ഒരു സമയമാണ് ഇപ്പോൾ ഉള്ളതെന്നും കാണുന്നുണ്ട്. നിലവിൽ നിങ്ങൾ ചെയ്യുന്ന ഏതൊരു കാര്യത്തിലും വലിയ രീതിയിലുള്ള പുരോഗതി നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ്. ഇവിടെ ഒരു ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ, അല്ലെങ്കിൽ ഒരു ലക്ഷ്യത്തിന് വേണ്ടി പരിശ്രമിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ അവയൊക്കെ വലിയ പ്രയാസമൊന്നുമില്ലാതെ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. കൂടാതെ ഇവിടെ ഏതെങ്കിലും കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളോ ആശയക്കുഴപ്പമോ ഒക്കെ നിങ്ങൾക്ക് നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ മാറി ആ ഒരു കാര്യത്തിൽ ഒരു വ്യക്തത ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ് നിങ്ങൾക്ക് ഇപ്പോഴുള്ളത്. അതേപോലെ തന്നെ ഇവിടെ ഒരു ഒറ്റപ്പെട്ട മാനസികാവസ്ഥയിലിരിക്കുന്ന ആളുകളെ കാണുന്നുണ്ട്. അതായത് ചുറ്റും ഒരുപാട് ആളുകൾ ഉണ്ടായിട്ടും
നിങ്ങളെ മനസ്സിലാക്കാനായിട്ട് ആരുമില്ലെന്ന തോന്നൽ നിങ്ങളെ വല്ലാതെ അലട്ടുന്ന ഒരു സാഹചര്യം പലർക്കും ഉണ്ടായിരിക്കാം. ഇപ്പോൾ നിങ്ങളുടെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ സുഹൃത്തുക്കളോ കുടുംബമോ നിങ്ങളെ കൈവിട്ടതായിട്ടുള്ള ഒരു തോന്നലോ അല്ലെങ്കിൽ നിങ്ങളുടെ സങ്കടങ്ങൾ ആരോടും തുറന്ന് പറയാനായിട്ട് കഴിയാതെ എല്ലാം ഉള്ളിലൊതുക്കി കഴിയുന്നതോ ആയിട്ടുള്ള ഒരു സാഹചര്യം പലർക്കും ഉണ്ടായിരിക്കാം. എന്നാൽ ഇവിടെ ഈ ഒരു അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടായത് ശരിക്കും നിങ്ങളുടെ ഉള്ളിൽ അത്രത്തോളം നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത് സഹായം നിങ്ങൾക്ക് ചുറ്റും തന്നെയുണ്ട്. എന്നാൽ നിങ്ങളുടെ വിഷമങ്ങളിൽ മാത്രം നിങ്ങൾ ശ്രദ്ധ കൊടുക്കുന്നത് കൊണ്ടാണ് ആ ഒരു വെളിച്ചത്തെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കാത്തത് എന്നുള്ളതാണ്. ഇവിടെ പ്രപഞ്ചം നിങ്ങളോട് പറയുന്നത് മറ്റുള്ളവരോട് സഹായം ചോദിക്കാനായിട്ട് നിങ്ങൾ തയ്യാറാവുക. ഇവിടെ ഇരുട്ടിന് ശേഷം വെളിച്ചമുണ്ടെന്ന വിശ്വാസത്തോടെ നിങ്ങളുടെ സങ്കടങ്ങളെ അതിജീവിക്കാനുള്ള ആ ഒരു ആത്മവിശ്വാസം നിങ്ങളിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. കൂടാതെ ഇവിടെ എന്തൊക്കെയോ പുതിയ കാര്യങ്ങൾ തുടങ്ങാനുള്ള ഒരു ആവേശം നിങ്ങളിൽ പലരിലും ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അതായത് പുതിയ ബിസിനസ്, ജോലി അല്ലെങ്കിൽ കലാപരമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ, അത്തരത്തിൽ അതിലൂടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താനായിട്ട് ഇപ്പോൾ പലരും ശക്തമായിട്ട് ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇവിടെ പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത് നിങ്ങളിൽ ഇപ്പോഴുള്ള ആ ഒരു ആവേശം നല്ലതാണ്. പക്ഷേ അവിടെ കൃത്യമായ പ്ലാനിംഗ് ഇല്ലാതെ ഒരു കാര്യത്തിലും പെട്ടെന്ന് എടുത്തു ചാടരുത് എന്നുള്ളതാണ്. കൂടാതെ ഇവിടെ നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെയോ ചില കാര്യങ്ങളിൽ ആഘോഷങ്ങൾ നടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് വളരെ കാലമായിട്ട് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ സുഹൃത്തുക്കളുമായിട്ടോ ബന്ധുക്കളുമായിട്ടോ അതല്ലെങ്കിൽ പ്രിയപ്പെട്ട ആരൊക്കെയോ ആയിട്ട് വീണ്ടും സന്തോഷകരമായിട്ടുള്ള ഒരു കൂടിച്ചേരൽ ഉണ്ടാവാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്ക് സ്നേഹവും പിന്തുണയും ഒക്കെ നൽകി നിങ്ങളെ ചേർത്ത് നിർത്താൻ ശക്തമായിട്ടുള്ള ഒരു സുഹൃത്ത് വലയം നിങ്ങൾക്ക് ചുറ്റും ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ചില ആഘോഷങ്ങൾ നടക്കാൻ പോകുന്നതിൻ്റെ ഒരു സൂചനയാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം ഇതായിരുന്നു. എപ്പോഴും പോസിറ്റീവായിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുക. എല്ലാ കാര്യങ്ങളിലും ഒരു ശുഭപ്രതീക്ഷ കൊടുക്കുക. അതേപോലെ തന്നെ ഈ ഒരു റീഡിങ്ങിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് എന്താണോ പോസിറ്റീവായിട്ട് തോന്നുന്നത് അതിനെ മാത്രം എടുക്കുക. അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം.